ഇപ്പോൾ KU ജനീഷ് കുമാർ MLA പ്രതികരണത്തിന് ശേഷം ശശിയിലേക്ക് മടങ്ങി വരാം. 2 ആഴ്ച മുമ്പ് നടന്ന വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. നാട്ടിൽ അറിയാവുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദനയാണ്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതോടൊപ്പം തന്നെ ഇനിയും നിഖിലിന്റെ സഹോദരിയൊക്കെ പുറത്തുനിന്ന് വരണം. വന്നതിന് ശേഷം കുടുംബവും ഇടവകയും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതാവും. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, ആരാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? അപ്പം ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകട കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പിതാവ് ഈ ബിജുവാണ് വാഹനം ഓടിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അമിത വേഗതയോ അല്ലെങ്കിൽ ഒന്നുകിൽ ഉറങ്ങിയതാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന പ്രാഥമിക ഒരു വിവരം. എന്തായാലും അപകടത്തിൽ വാഹനം അമിത വേഗതയിലായിരുന്നു. കാരണം തീർത്ഥാടകരുടെ ബസ്സിനകത്ത് ഈ കാറ് ഇടിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. വളരെ വേഗത്തിൽ വന്നൊരു വാഹനം മാത്രമേ അത്തരത്തിൽ ഇടിച്ചു കയറാൻ കഴിയുള്ളൂ. അത് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വന്ന് കയറിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് 2-3 പേർക്ക് നേരിയ പരിക്കുകൾ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. പക്ഷെ കാർ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഉറങ്ങിയതാകാം എന്നുള്ളതാണ് കാർ ഓടിച്ചിരുന്ന ബിജു പി ജോർജ് ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് പോലീസും വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ അത്ര ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പുലർച്ചെയാണ് 4 മണിയോട് കൂടിയ സമയമാണ്. ഒരുപക്ഷെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇവരെയും കൂട്ടി വരുന്ന വഴിക്ക് ഒരുപക്ഷെ ഉറങ്ങിയതും അപകടത്തിന് കാരണമാകാം എന്നുള്ളതുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അപകട മേഖലയാണ് ഈ പ്രദേശം. അത് തുടർച്ചയായി ഈ റോഡിന്റെ നവീകരണം കഴിഞ്ഞതിന് ശേഷം മൂവാറ്റുപുഴ റോഡിന്റെ ഹൈവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം വലിയ വേഗത്തിൽ വാഹനങ്ങൾ ഈ വഴി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇന്നോവ കാറും ടിപ്പറും കൂട്ടിയിടിച്ച ഒരു അപകടത്തിന്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ 4 പേർക്ക് അപകടത്തിൽ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. എല്ലാ രാത്രികളിലും അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ പോലും ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുന്നു. ഒരു മാസത്തിനുള്ളിൽ 5 അപകടങ്ങൾ ഇപ്പോൾ ഈ പ്രദേശത്ത് സമീപ സ്ഥലത്തുണ്ടായി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത്തരം ആ വാർത്തകളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രാവശ്യം രോഗിയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്ന ആംബുലൻസ് ആണ് KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് കൂട്ടിയിടിച്ച് ഈ പ്രദേശത്ത് അപകടമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റി എന്നൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. അത്തരത്തിൽ തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അപകട വളവുകളുണ്ട്. സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടില്ല. അതല്ല, ഈ റോഡ് പണി പൂർത്തിയായെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതായത് സിഗ്നൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വെക്കേണ്ടതായിട്ടുണ്ട്. റോഡ് നല്ല സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്നു, അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ അപകടത്തിൽ. ഈ റോഡ് നവീകരിച്ചതാണെന്ന് ശശിനാരായണൻ പറയുന്നുണ്ടല്ലോ ശശി. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ വാഹനങ്ങൾക്ക് അതുവഴി വരാൻ കഴിയുന്നതെന്നും പറയുന്നു. പക്ഷേ ഈ അപാകതയുണ്ട് എന്ന് നാട്ടുകാരടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. നേരത്തെ അവിടെ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണോ അങ്ങനെ? പക്ഷേ ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ ഈ റോഡ് വളരെ വീതി കൂട്ടി നിർമ്മാണം പൂർത്തിയാക്കിയത് അടുത്ത സമയത്താണ്. അല്ലാത്ത സമയത്ത് ഇപ്പോൾ മൂവാറ്റുപുഴ സാധാരണ റോഡ് പോലെയായിരുന്നു. പക്ഷേ ഈ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇത്തരം റോഡ് വലിയ രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളവുകളൊക്കെ പല സ്ഥലങ്ങളിലും നിലവിലത്തെ സാഹചര്യത്തിൽ സ്ട്രെയിറ്റായി പോകേണ്ട സ്ഥലങ്ങളിലും വളവുകൾ നിവർത്താതെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതും അപകടത്തിന് കാരണമാണ്. അപ്രതീക്ഷിതമായിരുന്ന വാഹനങ്ങൾ, വളരെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ പോയി പരസ്പരം കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം ചിലയിടങ്ങളിലുണ്ട്. സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ബോർഡുകൾ ഇനിയും സ്ഥാപിക്കാനുള്ള നടപടികൾ, അതായത് റോഡ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നിലവിലത്തെ റോഡ് സഞ്ചാരയോഗ്യമാണ്. പക്ഷെ ഉദ്ഘാടനം ഇനിയുള്ള അതിനുള്ള പണികൾ ഇനിയും ബാക്കി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിഗ്നൽ എല്ലാ സ്ഥലത്തും ഇല്ലാത്തത്. അത്തരം കാര്യങ്ങൾ കൂടി ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റോഡ് നല്ല വൃത്തിയായി നവീകരിച്ചതിന്റെ ഭാഗമായി വാഹനങ്ങൾ ഈ വഴി വലിയ രീതിയിൽ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കാരണം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്തതാണ് ഡ്രൈവർമാർ രാത്രിയും പകലും ഒക്കെ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുന്നത്. ഇതും പെട്ടെന്ന് പുലർച്ചെ സമയങ്ങളിലൊക്കെയാണ് കൂടുതലും അപകടം ഉണ്ടാകുക. അത്തരത്തിൽ പുലർച്ചെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഉറക്കം ഉള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലും അപകടം ഉണ്ടാകാം. അങ്ങനെ നിയന്ത്രണം വിട്ടും അപകടത്തിൽപ്പെട്ട് അത്തരത്തിൽ ഡ്രൈവർമാരുടെ ഉറക്കം കാരണമൊക്കെ അപകടം സംഭവിക്കുന്നത് പതിവായി ഈ പ്രദേശത്ത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ തന്നെ 2, 3, 4 പ്രാവശ്യം ഈ ഒരു മാസത്തിനിടയിൽ അവിടുത്തെ അപകട വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭാഗ്യം കൊണ്ടാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാതിരുന്നിട്ടുള്ളത്. 4 പേർ 5 പേർക്കൊക്കെ പരിക്കുകൾ പറ്റുന്ന ഗുരുതരമായി പരിക്ക്
പറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയാണ് കലഞ്ഞൂർ, കൂടൽ, നെടുമങ്കാവ്, മുറിഞ്ഞകൽ വരുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ വളവുകളുണ്ട്, ഒപ്പം സ്ട്രെയിറ്റായ ഭാഗമുണ്ട്. അത്തരത്തിൽ ഉള്ള സ്ഥലത്ത് അമിത വേഗത്തിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തില് ദാരുണമായ ഈ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് സത്യത്തിൽ ഈ പ്രദേശത്തെ മല്ലശ്ശേരിയിലെ പ്രദേശത്തെ നാട്ടുകാരെ വളരെ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മാസത്തോളം വിവാഹം കഴിഞ്ഞ് നവംബർ 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം കഴിഞ്ഞത്. പിന്നീടാണ് ഇവർ ഹണിമൂണിനായും മലേഷ്യക്ക് പോയത്. അവരെ കൂട്ടിക്കൊണ്ടു വരാൻ സന്തോഷത്തോടെ പോയ അവരുടെ രണ്ടുപേരുടെയും പിതാക്കന്മാരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് വലിയ സങ്കടകരമായ വാർത്ത എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഇതിന്റെ അപകട കാരണം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുമെന്നാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസും അത്തരത്തിലൊരു ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 3 മൃതദേഹങ്ങളും കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 3 പേരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നും തട്ടയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധുക്കൾക്ക് ഇനിയും എത്താനുണ്ട്. റോബിൻ പീറ്റർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്? 3 പേരുടെ ഇൻക്വസ്റ്റാണ് ഇവിടെ ആയിട്ടുള്ളത്. അതിനുശേഷം മകളുടെ ഇൻക്വസ്റ്റ് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം 4 മൃതദേഹങ്ങളും പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിൽ വെക്കുകയാണെന്ന്. കുറേ ബന്ധുക്കളും നിഖിലിൻ്റെ സഹോദരി കുവൈറ്റിൽ നിന്ന് എത്താനുണ്ട്. അതുകൂടി എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുന്നത്. വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ. അപ്പം കുടുംബമായിട്ട് അടുത്ത ബന്ധം ഉണ്ടല്ലോ? തീർച്ചയായിട്ടും 2 കുടുംബവുമായി വളരെ ചെറിയ പ്രായകാലം മുതൽ എനിക്ക് ബന്ധമുണ്ട്. 2 കൂട്ടരുമായും ഏറ്റവും അടുത്ത സ്നേഹം. വിവാഹത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന വിവാഹ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇവരുടെ ആ ഒരു വലിയ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. വളരെയേറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി പിരിഞ്ഞത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഈ അപകടങ്ങൾ ആ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നത് റോഡിന്റെ ഒരു പ്രശ്നമുണ്ട്, അശ്രദ്ധയുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വല്ലതും വ്യക്തത ഇപ്പോൾ വല്ല ബന്ധുക്കൾ വല്ലതും പറയുന്നു? നമുക്ക് പൂർണ്ണമായിട്ടും ആ സമയത്ത് ആരും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ റോഡുകളിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത് പരിശോധിക്കപ്പെടണം. അത് എന്തുകൊണ്ടാണ്? അമിതമായ സ്പീഡും നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് അമിതമായ സ്പീഡുള്ള സ്ഥലങ്ങളിൽ അതിനുവേണ്ട നിയന്ത്രണങ്ങളും അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി 2 കുടുംബങ്ങളാണ് ഇല്ലാതായി പോയത്. അപ്പോൾ അതൊരു വലിയൊരു വേദനയായി, നാടിൻ്റെ വലിയ വേദനയായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അത്തരത്തിൽ സങ്കടകരമായ ഒരു വാർത്തയാണ്. അത് തന്നെയാണ് നാട്ടുകാർക്കും പറയുന്നത്. കാരണം അമിത വേഗതയിലും ഒപ്പം റോഡിന്റെ ചില പ്രശ്നങ്ങളും കാരണമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18.